നമസ്കാരം. IAS പോര് അങ്ങനെ വലിയ വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് സമൂഹ മാധ്യമത്തിലെ വിമർശനത്തിന് സസ്പെൻഡ് ചെയ്തതിനെതിരെ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന N പ്രശാന്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടെ ഒട്ടേറെ അഴിമതികൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിനെതിരെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഡോക്ടർ ജയതിലക് അഴിമതിക്കാരനാണ് എന്ന രീതിയിൽ ഒട്ടേറെ തെളിവുകളാണ് ജൂനിയർമാരായിട്ടുള്ള ഓഫീസർമാരും പൊതുജനങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പങ്കുവയ്ക്കുന്നത്. അതിന് ഈ N പ്രശാന്തുമായിട്ടുള്ള ഈ തർക്കം അവർക്കൊരു വേദിയായി കിട്ടി എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അവർ ഇത്ര നാൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ പറയാൻ ചില വേദികൾ വേണ്ടിവരും, ചില സാഹചര്യങ്ങൾ അതിനെ ഒരുങ്ങിക്കിട്ടേണ്ടി വരും. എന്തായാലും ജയതിലകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതേസമയം സർക്കാരിനെയോ സർക്കാരിന്റെ നയങ്ങളെയോ താൻ വിമർശിച്ചിട്ടില്ലെന്നാണ് N പ്രശാന്തിന്റെ ഒരു നിലപാട്. ചട്ടത്തിലോ നിയമത്തിലോ ഒരിടത്തും ഒരു വ്യക്തിയെ വിമർശിക്കരുത് എന്നൊന്നുമില്ല. സർക്കാരിനെയോ സർക്കാരിന്റെ നയങ്ങളെയോ വിമർശിക്കരുത് എന്നേ ഉള്ളൂ. എന്നിട്ടും വിശദീകരണം പോലും ചോദിക്കാതെ പ്രശാന്തിനെതിരെ നടപടി സ്വീകരിച്ചത് IAS ഓഫീസർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ചട്ടലംഘനം നടത്തിയ ഡോക്ടർ ജയതിലകിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല. ജയതിലക് ബോധപൂർവം തന്നേക്കാൾ ജൂനിയറായ ഒരു IPS ഓഫീസറെ അപമാനിക്കാനും അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാനുള്ള ഒരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കുകയും ആ കള്ള റിപ്പോർട്ട് ബോധപൂർവം മാതൃഭൂമിക്ക് കൊടുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട്. ജയതിലക് ആരോപണം ഉന്നയിച്ചതുപോലെ പ്രശാന്ത് ഒരു ഫയലും മുക്കിയിട്ടുമില്ല. ആ ഫയലൊക്കെ സർക്കാരിന്റെ കയ്യിലുണ്ട് എന്ന് മന്ത്രിയുടെ ഓഫീസിന് ഒടുവിൽ പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. പ്രശാന്ത് ഫയൽ മുക്കിയെന്ന പേരിൽ ഒരു റിപ്പോർട്ട് മന്ത്രിക്ക് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാർത്തയുണ്ടാക്കുകയും ചെയ്തത് ഗുരുതര കുറ്റകൃത്യം തന്നെയല്ലേ? എന്തുകൊണ്ടാണ് എന്നിട്ടും ജയതിലകിനെതിരെ നടപടി ഉണ്ടാകാത്തത്? ഈ ചോദ്യം സമൂഹമാകെ ചോദിക്കുകയാണ്. സ്പൈസസ് ബോർഡ് ചെയർമാൻ ആയിരിക്കുമ്പോൾ ജയതിലക് 5 കോടി രൂപ അഴിമതി നടത്താൻ വേണ്ടി തന്റെ ഭാര്യയുടെ പേരിലുണ്ടാക്കിയ കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയതടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്നതടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഡോക്ടർ ജയതിലകിനെതിരെ കടുത്ത വിമർശനമാണ് കീഴ് ജീവനക്കാർക്കിടയിൽ പോലും ഉള്ളത്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലുള്ളതോ ഇതുപോലെ തന്നെ മോശം അഭിപ്രായമാണ്. സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി തസ്തികയിൽ ജോലി ചെയ്യുന്ന ഷൈനി ജോർജ് എന്ന ഉദ്യോഗസ്ഥയുണ്ട്. ഈ ഉദ്യോഗസ്ഥ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്രയും മോശമായി പെരുമാറിയ ഒരു ഓഫീസറും ഉണ്ടായിട്ടില്ലെന്ന് തുറന്നെഴുതുക വരെ ഉണ്ടായി. സെക്രട്ടേറിയറ്റിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഓഫീസറുടെ ലീലാവിലാസങ്ങളൊക്കെ അറിയാം. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണ് പ്രശ്നം ഒതുക്കി തീർത്തത് എന്നും തുറന്നു പറയുകയും ചെയ്തതാണ്. കോട്ടയം കളക്ടറായിരുന്ന ജയശ്രീ അഴിമതി നടത്താൻ ഡോക്ടർ ജയതിലക് തന്നെ നിർബന്ധിച്ചെന്നും അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തെന്നും അവരുടെ കരിയറിനെ തന്നെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ നടപടി സ്വീകരിക്കുന്നത് കാട്ടി ചട്ടം ലംഘിച്ചിട്ടുള്ള നോട്ടീസ് നൽകിയതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഇരുന്ന തസ്തികകളിലെല്ലാം തന്നെ വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള അഗ്രികൾച്ചർ ഓഫീസറായി കയറി IAS കിട്ടി കളക്ടറായി റിട്ടയർ ചെയ്ത ഓഫീസറാണ് ഡോക്ടർ ജയശ്രീ എന്ന് മറക്കരുത്. എന്നാൽ കോട്ടയം കളക്ടറായിരിക്കെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് തന്റെ കരിയറിനെ സാരമായി ബാധിക്കുമെന്ന ഭീഷണി രീതിയിലേക്കുള്ള നോട്ടീസ് ജയതിലകിൽ നിന്നും ഇവർക്ക് നേരിടേണ്ടി വരികയായിരുന്നു. ഏഞ്ചൽ വാലിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് പട്ടയം നൽകാൻ നടപടിയെടുത്ത കളക്ടറാണ് ജയശ്രീ. ജനപ്രിയ കളക്ടറായി പേരെടുത്ത ജയശ്രീക്ക് പോലും ഈ പറയുന്ന ജയതിലക് എന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ആ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. പറ്റില്ല എന്നവർ നിലപാടെടുത്തപ്പോൾ നിയമവിരുദ്ധമായ ഒരു നോട്ടീസ് അയക്കുകയാണ് ഈ ജയതിലക് എന്ന ഉദ്യോഗസ്ഥൻ ചെയ്തത്. ഡോക്ടർ ജയശ്രീ കളക്ടറായിരുന്നപ്പോൾ പാലാ ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കൽ നടപടി നടക്കുന്നത് അപ്പോഴാണ്. അന്ന് സെന്റിന് 10.5 ലക്ഷം രൂപ വീതം സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതിന് ചില നയങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്.
ഒരു സ്ഥലം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ചട്ടങ്ങൾ വെക്കുകയും ചെയ്തിട്ടുണ്ട്. 3 വർഷം മുമ്പ് അവിടെ നടന്ന ആ സ്ഥലം വിൽപ്പനയുടെ ശരാശരി വിലയാണ് എടുക്കേണ്ടത്. ആ ശരാശരി വില എടുക്കുമ്പോൾ ഇങ്ങനെയൊരു അക്വിസിഷൻ നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൂട്ടിവെച്ച് വിൽപ്പന നടന്നോ എന്ന് പരിശോധിച്ച് അത് തിരുത്തേണ്ടതടക്കം ഉത്തരവാദിത്തമാർക്കാണ്, അത് തഹസിൽദാർക്കാണ്. ഭൂമി ഏറ്റെടുക്കൽ തഹസിൽദാറാണ് ചെയ്യേണ്ടത്. അങ്ങനെ പരിശോധിച്ച് സെന്റിന് 10.5 ലക്ഷം വീതം നിശ്ചയിക്കുകയാണ്. സ്ഥലം ഏറ്റെടുക്കാനുള്ള കാര്യത്തിൽ സർക്കാരിന്റെ ശ്രമങ്ങളോട് സഹകരിച്ചുകൊണ്ട് പ്രദേശവാസികൾ സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ സാജൻ എന്ന പേരുള്ള ഒരു പ്രദേശവാസി മാത്രം നഷ്ടപരിഹാരത്തിന്റെ പേരിൽ തയ്യാറാകുന്നില്ല. സമീപത്തെ ഒരു കടയുടെ പാർക്കിങ്ങിന് വേണ്ടി 25 ലക്ഷം രൂപയ്ക്ക് ഭൂമി വിറ്റിട്ടുണ്ടായിരുന്നു. തനിക്ക് അത്രയും തുക ലഭിക്കണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. ഇതനുസരിച്ച് പരിശോധന നടത്തി അത് സാധ്യമല്ല എന്ന് തഹസിൽദാർ ഈ അപേക്ഷ തിരസ്കരിക്കുന്നു. പക്ഷേ ഈ സാജന് വേണ്ടി ഉന്നത തലത്തിൽ സമ്മർദ്ദം ഉണ്ടാവുകയാണ്. അന്ന് ഈ വകുപ്പ് സെക്രട്ടറിയാണ് ജയതിലക്. ജയതിലക് സാജന് കൂടിയ തുക കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. എങ്ങനെയാണ് ചട്ടവും നിയമവും ഒക്കെ ലംഘിക്കുന്നത്? തുടർന്ന് തഹസിൽദാർ സമ്മർദ്ദം സഹിക്കാനാവാതെ ജില്ലാ കളക്ടറെ സമീപിക്കുകയാണ് ഉണ്ടായത്. ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്തമല്ല ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികളൊക്കെ. ഉദ്യോഗസ്ഥ നടപടികൾ ചട്ടവും നിയമവും അനുസരിച്ചാണ് ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്യേണ്ടത്. ജില്ലാ കളക്ടറായ ജയശ്രീ അതേക്കുറിച്ച് അന്വേഷിച്ചു വന്നിട്ട് ഇതാണ് ചട്ടമെന്ന് മനസ്സിലാക്കി ഭൂമിക്ക് അധിക വില നൽകാതെ തടയിടുന്നു. എന്നിട്ടും ഉന്നത തലത്തിൽ സമ്മർദ്ദം വരുന്നു. 10 ലക്ഷം രൂപ വില നിശ്ചയിച്ച സ്ഥലത്ത് 25 ലക്ഷം രൂപ നൽകിയാൽ അവിടെ ഭൂമി ഏറ്റെടുക്കുന്ന എല്ലാവർക്കും നൽകേണ്ടി വരും. സർക്കാരിനെ കൊണ്ട് അത് താങ്ങാനേ കഴിയില്ല. പദ്ധതി മുടങ്ങിപ്പോകും. ഇത് മനസ്സിലാക്കാതെ ഒരാൾക്ക് വേണ്ടി ഡോക്ടർ ജയതിലക് സമ്മർദ്ദം ചെലുത്തുകയാണ് ഉണ്ടായത്. എത്ര രൂപ സർക്കാരിന് നഷ്ടമുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ജയതിലകിന് താല്പര്യം സംരക്ഷിക്കണം. ജയതിലകും സാജനും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന വിവരം ജയശ്രീക്ക് ലഭിക്കുകയാണ്. അഗസ്റ്റിൻ തോമസ് എന്നൊരാൾ ഈ വിവരം വ്യക്തമാക്കി ജില്ലാ കളക്ടർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. സാജന് 25 ലക്ഷം നൽകിയാൽ തനിക്കും നൽകണമെന്നായിരുന്നു ആ കത്തിലെ ആവശ്യം. ആ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ജയശ്രീ തയ്യാറായില്ല. 1 വർഷം കൂടിയേ സർവീസ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കളക്ടർ പദവിയിൽ നിന്ന് മാറ്റിയാലും നേരിടാൻ തയ്യാറാവുകയാണ് ഒടുവിൽ അവർ ചെയ്തത്. സാമ്പത്തിക താല്പര്യത്തോടെ സർവീസ് തുടർന്നയാളായിരുന്നു ഡോക്ടർ ജയതിലക് എന്ന് തെളിയിക്കുന്ന അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. ജയതിലകിനെ വിമർശിച്ച പ്രശാന്തിന്റെ പോസ്റ്റിന് അടിയിൽ വന്ന അഷ്റഫ് പൂവത്തുംപറമ്പ് എന്നയാളുടെ കമന്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: 2008 ജയതിലക് കോഴിക്കോട് കളക്ടറായി പ്രവർത്തിക്കുമ്പോൾ EMSന്റെ താല്പര്യത്തിന് വഴങ്ങി അദ്ദേഹം തന്റെ മക്കളുടെ പേരിൽ പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ സഹായിച്ചത് അന്ന് കളക്ടറായിരുന്ന അസിസ്റ്റന്റ് കളക്ടറായിരുന്ന പ്രശാന്ത് ആയിരുന്നു എന്നാണ് പറയുന്നത്. പ്രശാന്ത് കൃത്യമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഉന്നത സ്ഥാപനങ്ങളിൽ MBBS BTech പ്രവേശനം ലഭിച്ച എൻ്റെ 2 പെൺകുട്ടികൾക്ക് വീട്ടിലിരിക്കേണ്ടി വരികയോ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അവരിൽ ഒരാൾ ഡൽഹി എയിംസിൽ നിന്ന് MDയും മറ്റേയാൾ IISc ബാംഗ്ലൂരിൽ നിന്ന് PhDയും കരസ്ഥമാക്കി ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുവെന്നാണ് ആ കമന്റിൽ പറയുന്നത്. ജയതിലക് സർവീസിൽ ജൂനിയറായ ഉദ്യോഗസ്ഥരെ മാനസികമായി പീഡിപ്പിച്ച അനുഭവങ്ങളൊക്കെ തുറന്നു പറയുകയാണ് പലരും. പക്ഷേ ജയതിലകിനെതിരെ ഒരു നടപടിയുമില്ല. ഇത് തുറന്നു പറഞ്ഞ പ്രശാന്തിനെതിരെ നടപടി ഉണ്ട് താനും. ഭൂരഹിത ആദിവാസികളുടെ പേരിൽ സ്വകാര്യ ഭൂമി പൊന്നും വില നൽകി വാങ്ങാനുള്ള സർക്കാർ തീരുമാനം വിവാദമായതിന് പിന്നിലും ഡോക്ടർ ജയതിലകിന് പങ്കുണ്ട് എന്നാണ് വിവരം. വീട് വെക്കാൻ ഉതകുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു വാങ്ങുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ വെള്ളിയാമറ്റം വില്ലേജിലെ ബെന്നി സെബാസ്റ്റ്യന്റെ പേരിലുള്ള 45 ഡിഗ്രിയിലേറെ ചെങ്കുത്തായ 6.62 ഹെക്ടർ ഭൂമിയാണ്. മണ്ണിടിച്ച് സാധ്യതയുള്ള പ്രദേശത്തെ സ്വകാര്യ ഭൂമി പൊന്നും വിലയ്ക്ക് സർക്കാർ വാങ്ങുന്നതിന് നടപടികൾ തുടങ്ങിയത് മുൻ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകിന്റെ അനുവാദത്തിലായിരുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറി VP ജോയ് അധ്യക്ഷനായ ഉന്നതതല കമ്മിറ്റി ഈ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് രേഖപ്പെടുത്തുക കൂടി ചെയ്തു. ഭൂമി വില കുറഞ്ഞ ഈ പ്രദേശത്തെ ഭൂമി വൻ വില നിശ്ചയിച്ച് വാങ്ങാനായിരുന്നു ഈ ശ്രമം നടത്തിയത്. 2.91 കോടി
രൂപയാണ് ആ തുകയാണ് ഭൂമിക്ക് വേണ്ടി നിശ്ചയിച്ചത്. പ്രദേശം വാസയോഗ്യമല്ലെന്ന ആരോപണം ഉയർന്നിട്ടും ഭൂമി വാങ്ങാൻ ഉത്തരവും പുറപ്പെടുവിച്ചു. 25/4/2022 തന്നെ റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുക്കാൻ തിരക്കിട്ട് ഉത്തരവിറക്കുകയും ചെയ്തു. ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയിയും റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകും മുൻകൈയെടുത്ത് നടത്തിയ ഈ ഭൂമി ഇടപാട് എതിർപ്പുയർത്തിയത് ആദിവാസി പുനരധിവാസ മിഷൻ ആയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട ആദിവാസികൾക്ക് ഭൂമി വയ്ക്കാൻ അനുയോജ്യമാണെന്ന് വിലയിരുത്തിയ സ്ഥലം പാവപ്പെട്ട ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ അനുയോജ്യമല്ല എന്ന് ആദിവാസി പുനരധിവാസ മിഷൻ സ്പെഷ്യൽ ഓഫീസർ രേഖാമൂലം അറിയിക്കുകയായിരുന്നു. കൃഷി ചെയ്യാനോ വീട് വയ്ക്കാനോ സുരക്ഷിതമായി ജീവിക്കാൻ പോലും ആകാത്ത ഭൂപ്രദേശമാണിതെന്ന് അന്നത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ റിപ്പോർട്ട് ചെയ്തു. ഇതോടെയാണ് ഭൂമി ഇടപാടിന് പിന്നിലെ ഉദ്യോഗസ്ഥ താൽപര്യങ്ങൾ സംശയത്തിലായതുപോലും. അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഈ ഡോക്ടർ ജയതിലക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകാത്തത്? അപ്പോൾ അതും പിണറായി ബെൽറ്റിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് തന്നെ വേണ്ടേ കണക്കാക്കാൻ? അപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളല്ല സർക്കാർ നടപ്പിലാക്കേണ്ടത്. ന്യായം ലഭിക്കുമ്പോൾ, നീതി നോക്കുമ്പോൾ അത് ശരിയായ വഴിയെ തന്നെ പോവണ്ടേ? ഇനിയെങ്കിലും ശരിയായ വഴി പോയില്ലെങ്കിൽ വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. വെറുതെ കൊട്ടും പാട്ടും പുകിലും ഉണ്ടാക്കിയതൊന്നും കൊണ്ടൊന്നും ഇനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും കഴിയില്ല. നന്ദി.